സ്വാശ്രയ പ്രശ്നത്തിൽ ചർച്ച പരാജയം. സ്കോളർഷിപ്പ് ഫീസ് ഇളവ് നൽകാനാകില്ലെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമായില്ല. ഷീജ ചേരുന്നു. ഷീജ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഇന്ന് രാവിലെ മുതൽ മാരത്തോൺ ചർച്ചകളാണ് ഈ വിഷയത്തിൽ തലസ്ഥാനത്ത് നടന്നിരുന്നത്. പ്രധാനമായും രാവിലെ മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗം ചേർന്നു. അതിനുശേഷമാണ് അവർ ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ഒരു ഫോർമുല മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ മുന്നോട്ട് വെച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഫീസ് ഇളവ് എന്നുള്ളത് നൽകാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, പ്രത്യേകിച്ചും കരാർ വ്യവസ്ഥകൾ ലംഘിക്കുന്നതായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അതിനെ മറിച്ച് സ്കോളർഷിപ്പായി നൽകാൻ ആയിരുന്നു കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ന് സർക്കാരുമായി ഇത്തരം വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷം പുറത്തുവന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങൾ ഒന്നും ചർച്ച ചെയ്തില്ല. അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും ഈ വിഷയങ്ങൾ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് അവർ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുമായി നടന്ന യോഗത്തിൽ പ്രധാനമായും അടുത്ത വർഷത്തേക്കുള്ള പ്രവേശന വിഷയം മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. മറ്റൊന്നും ചർച്ചയായിട്ടില്ല. മറ്റു രീതിയിൽ പുറത്തുവരുന്ന വാർത്തകൾ എല്ലാം തന്നെ തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന വാർത്തകളാണ് എന്നായിരുന്നു മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികളുടെ പ്രതികരണം. എന്നാൽ ഈ വിഷയത്തിൽ ഫസൽ ഗഫൂർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്തിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അത് ഫസൽ ഗഫൂറിന്റെ മാത്രം നിലപാടാണ്. മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന് ആ രീതിയിൽ ഒരു നിലപാടില്ല. ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം നടന്നൊരു യോഗം മാത്രമാണ്. ഇതിൽ കഴിഞ്ഞ ദിവസത്തെ ഫീസ് വിഷയം, സ്വാശ്രയ പ്രവേശന വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന സമരവുമായോ അല്ല ഫീസ് കുറയ്ക്കാൻ സർക്കാരോ പ്രതിപക്ഷമോ ആ രീതിയിൽ ഒന്നും തന്നെ തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം മുൻ നിശ്ചയപ്രകാരം നടന്നിട്ടുള്ളൊരു യോഗമാണ്. അതിൽ പ്രധാനമായും അടുത്ത വർഷത്തെ പ്രവേശനം മാത്രമാണ് ചർച്ച ചെയ്തത് എന്നും മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ഇതോടെ ഇന്നത്തെ ചർച്ചയിൽ ഒരു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുകയാണെങ്കിൽ, കാര്യങ്ങൾ ഒരു സമവായത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നത്തോടുകൂടി തന്നെ UDFന്റെ സമരം അവസാനിപ്പിക്കാനായിരുന്നു പ്രതിപക്ഷം ഇരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇന്നത്തെ ചർച്ചകളിലൊന്നും ഈ വിഷയം ചർച്ചയായില്ല എന്ന് മാനേജ്മെന്റുകൾ വ്യക്തമാക്കിയതോടെ ചർച്ചകൾ പരാജയപ്പെട്ട ഒരു ഘട്ടമാണ്. ഈ സാഹചര്യത്തിൽ ഇനി UDF എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ധന്യ. ശ്രീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭയിൽ നിരാഹാരം കിടന്ന MLA-മാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ഹൈബീഡിനെയും ഷാഫി പറമ്പിലിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. പകരം VT ബൽറാമും റോജി M ജോണും നിരാഹാരം ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ നിഷേധാത്മക നിലപാടാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വിശദാംശങ്ങളുമായി S ജീവൻകുമാർ ചേരുന്നു. ജീവൻ, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ധന്യ, സർക്കാരുമായുള്ള മാനേജ്മെന്റുകളുടെ ചർച്ച പ്രത്യേകിച്ച് ധാരണയൊന്നും ആവാതെ പിരിഞ്ഞതിനെ തുടർന്ന് പ്രതിപക്ഷ സമരം നിലവിൽ സമരം നടത്തിയ 2 MLA-മാർ ഹൈബി ഈഡനും ഷാഫി പറമ്പിലും തുടർന്ന് ആശുപത്രിയിലേക്ക് അവരെ മാറ്റി. തുടർന്ന് പുതിയ 2 MLA-മാർ VT ബൽറാമും റോജി M ജോണും നിരാഹാര സമരം ആരംഭിച്ചു. സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാടിനെ തുടർന്നാണ് സമരം. ഈ സംഭവവികാസങ്ങൾ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആദ്യം UDF യോഗം ചേർന്നതിന് ശേഷമാണ് MLA-മാരെ നിയമസഭയിൽ നിന്നും നിരാഹാരം കിടക്കുന്ന MLA-മാരെ മാറ്റി പുതിയ 2 MLA-മാരെ നിരാഹാരം കിടത്തുന്നതിനുള്ള ധാരണയിലേക്ക് UDF വൈകുന്നേരം 4 മണിയോടുകൂടി എത്തിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ധന്യ. ജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. ദുരഭിമാനം വെടിഞ്ഞ് പ്രതിപക്ഷം സമരം അവസാനിപ്പിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് നിയമനിർമ്മാണം ആവശ്യമാണ്. ക്രിയാത്മക ചർച്ചകൾക്ക് പ്രതിപക്ഷം തയ്യാറാകണം. മാനേജ്മെന്റ് സമ്മതിക്കാതെ ഫീസ് ഇളവ് നൽകാൻ കഴിയില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ജെയിംസ് കമ്മീഷൻ ശക്തമായ നടപടികളാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള അവസ്ഥ വരികയും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ കൊടുത്ത് പഠിക്കാനുള്ള അവസരമുണ്ടാവുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ ഈ സമരത്തിലില്ല. വിദ്യാർത്ഥികളെന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയവരുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സമരം വിദ്യാർത്ഥികൾക്കോ ജനങ്ങൾക്കോ സമൂഹത്തിനോ വേണ്ടിയുള്ള സമരമല്ല, രാഷ്ട്രീയ സമരമാണ്. ആ സമരം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് സമരം തുടങ്ങിയവർ തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത്. മുഖ്യമന്ത്രി നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ തെറ്റായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഈ ചർച്ച പരാജയപ്പെടുത്താൻ മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം.
മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചാലും മുഖ്യമന്ത്രിക്ക് കുറയ്ക്കാതിരിക്കുന്ന ഈ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും നിയമസഭ ബഹിഷ്കരിച്ചു. സ്വാശ്രയ പ്രശ്നത്തിൽ MLA-മാർ നിരാഹാരം നടത്തുന്നതിനാൽ സഹകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷം. MLA-മാരുടെ നിരാഹാരം തുടരുകയാണ്. അതേസമയം റബ്ബർ കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KM മാണി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയതിനു ശേഷം പിൻവലിച്ചത് ഖേദകരമെന്ന് സ്പീക്കർ പ്രതികരിച്ചു. മാണിയുടെ നടപടി കർഷകരെ അപമാനിക്കുന്നതാണെന്ന് AK ബാലൻ പറഞ്ഞു. പാകിസ്ഥാനെതിരെ നടന്ന സർജിക്കൽ ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൈന്യത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും ആവർത്തിച്ച കേന്ദ്ര നിലപാട് അറിയിച്ചു. അതേസമയം ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. മനു ശങ്കർ ചേരുന്നു. മനു, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, ഈ മിന്നൽ ആക്രമണം ഇന്ത്യ നടത്തിയിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിർത്തിക്ക് ഇപ്പുറം നിന്നുകൊണ്ട് മാത്രം ഇന്ത്യ ചില ഷെല്ലാക്രമണങ്ങൾ മാത്രം നടത്തിയെന്നായിരുന്നു പാകിസ്ഥാൻ UN മുമ്പാകെ ആവർത്തിച്ച് ആരോപിച്ചിരുന്നത്. എന്നാൽ ഈ വാദം ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങണമെങ്കിൽ ആദ്യം ഈ ഓപ്പറേഷൻ നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. ആദ്യം ഈ ആരോപണവുമായി നിലവിൽ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാളാണ് രംഗത്തെത്തിയത്. നിലവിൽ സർക്കാർ എന്തുകൊണ്ട് സൈന്യത്തിന്റെ പക്കലുള്ള ഈ മിന്നൽ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ മടിക്കുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചത്. എന്നാൽ ഇതിന് BJP നേതാക്കൾ നൽകിയ മറുപടി ആകട്ടെ, നിലവിൽ പാക് മാധ്യമങ്ങളുടെ ഭാഷയിൽ ദില്ലി മുഖ്യമന്ത്രി സംസാരിക്കുന്നു എന്നായിരുന്നു നിലവിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ പോലും സംസാരിച്ചത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കളും ഈ ആവശ്യം ശക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടണം. സൈന്യം ഇത്തരത്തിലൊരു മിന്നലാക്രമണം നടത്തി എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തങ്ങൾക്കും സംശയക്കുറവില്ല. അത്തരത്തിലുള്ള നീക്കം നടന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്നാൽ ഈ വിവാദങ്ങൾ കെട്ടടങ്ങണമെങ്കിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ സൈന്യത്തിന്റെ പക്കലുള്ളത് പുറത്തുവിടണമെന്നാണ് കോൺഗ്രസും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യ ഇത്തരത്തിൽ അതിർത്തിക്ക് അപ്പുറം ചെന്ന് ഒരു സർജിക്കൽ ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഈ സർജിക്കൽ ഓപ്പറേഷനിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഈ വിവാദങ്ങൾ കെട്ടെടുക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം ചൂണ്ടിക്കാട്ടിയത്, നിലവിൽ ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അതിനർത്ഥം ഇതൊരു വ്യാജ ഓപ്പറേഷൻ ആയിരുന്നു എന്നതാണ്. അതിനാൽ ഇത് പുറത്തുവിടാതെ ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ പോലും ആകില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ഈ നിലപാട് നിലവിൽ ACC വക്താവ് രൺദീപ് സിംഗ് സുർജേവാല തള്ളിക്കളയുന്നുണ്ട്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഈ ആധികാരികത തെളിയിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ ഇരുന്ന് ഈ സൈനിക ഓപ്പറേഷൻ ലൈവായി കണ്ടിരുന്നു എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് സമാനമായ രീതിയിൽ ചില കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സൈന്യത്തിന്റെ പക്കൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന വീഡിയോ പുറത്തുവിട്ട് ഈ ഓപ്പറേഷന്റെ ആധികാരികത തെളിയിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യം ശക്തമാക്കിയിരിക്കുന്നത്. ധന്യ, മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിൽ നിന്ന് അഭിഭാഷകർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണമെന്നും പ്രശ്നം വഷളാവുന്നത് കേരളത്തിന്റെ സൽകീർത്തിയെ ബാധിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മാധ്യമ വിലക്കിന് പരിഹാരം കാണുവാൻ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസുമായി ചർച്ച നടത്തും. പ്രശ്നപരിഹാരത്തിനായി ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കുമെന്ന് മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികളുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാത്ത അഭിഭാഷകരുടെ നടപടി സംബന്ധിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. അഡ്വക്കേറ്റ് ജനറലും പങ്കെടുത്ത ചർച്ചയിൽ മാധ്യമങ്ങളെ ആരും കോടതിയിൽ തടയുകയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് പിന്തുണയുമായാണ് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയത്. നാടിന്റെ യശസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് അഭിഭാഷക മാധ്യമ പ്രശ്നം വഷളാകുന്നത് അനുവദിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായി, അതിൽ വൈകാരികമായ പ്രതികരണങ്ങളുമുണ്ടായി. എന്നാൽ എന്നും അതേ തരത്തിലേ പ്രതികരിക്കൂ എന്ന നിലപാട് ആർക്കും നല്ലതല്ല. അങ്ങനെ നിലപാടെടുക്കുന്നത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാനുമാവില്ല, ഗവൺമെന്റിനും അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാധ്യമ സ്ഥാപനങ്ങളിലെ എഡിറ്റർമാരുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രി
ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചീഫ് ജസ്റ്റിസുമായിട്ടും മറ്റ് ബന്ധപ്പെട്ടവരുമായിട്ടുമൊക്കെ സംസാരിക്കുകയും ഇതൊരു കേരളത്തിൽ നേരിട്ട ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടുകൂടാ. അത് തടസ്സപ്പെടുത്തുന്നതിനോട് യോജിക്കാനാവില്ല. തടസ്സപ്പെടുത്താനിറങ്ങുന്ന അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണം. അതിൽ നിന്ന് പിന്തിരിയണം. സ്വതന്ത്രവും നിർഭയവുമായ മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും തന്നെ അനുവദിച്ചു കൊടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനം പാടില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്ക് എടുക്കുന്നുവെന്ന വാദം തെറ്റാണെന്നും ദേവസ്വം മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിലും ആയുധ പരിശീലനമോ ഈ മുളവടിയും കുറുവടിയും ഒക്കെ ആയിട്ടുള്ള മറ്റ് കായിക പരിശീലനമോ നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം. ക്ഷേത്ര ആരാധനയ്ക്കെത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പരിസരം പരിപാവനമായി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഒരു സംഘടനയുടെയും RSS എന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെയും ഒരു തരത്തിലുള്ള പരിശീലനവും ക്ഷേത്രങ്ങളെന്നല്ല ഒരു ആരാധനാലയങ്ങളിലും അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. അതിനനുസരിച്ച നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. ഇറച്ചിക്കോഴി വ്യാപാരികൾക്ക് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KM മാണി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും FIR റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷെ ഉത്തരവിട്ടു. KM മാണിയുടെ ഹർജി തള്ളിയ ജസ്റ്റിസ് കമാൽ പാഷ അന്വേഷണം തുടരാൻ വിജിലൻസിന് നിർദ്ദേശം നൽകി. മാണിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി. സാമ്പത്തിക നേട്ടമുണ്ടായെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നുവെന്നും കോടതി പരാമർശിച്ചു. ഈ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. FIR റദ്ദാക്കാനുമാവില്ല. എന്നാൽ മുൻവിധികളില്ലാതെ അന്വേഷിക്കണമെന്ന് അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തോംസൺ ഗ്രൂപ്പ് സമർപ്പിച്ച ഹർജിയും ഇതോടൊപ്പം കോടതി തള്ളി. ഇറച്ചിക്കോഴി വ്യാപാരികൾക്കും ആയുർവേദ കമ്പനികൾക്കും നികുതി ഇളവ് നൽകിയതിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നതായി വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് KM മാണി, മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജയചന്ദ്രൻ, തോംസൺ ഗ്രൂപ്പ് ഉടമകൾ എന്നിവരെ പ്രതികളാക്കി വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തത്. തോംസൺ ഗ്രൂപ്പിന് 65 കോടി രൂപയുടെ നികുതി കുടിശ്ശികയ്ക്ക് സ്റ്റേ അനുവദിച്ചത് KM മാണി അധികാരപരിധി ലംഘിച്ചാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ആയുർവേദ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നികുതി 12.5% നിന്നും 4%, മുൻകാല പ്രാബല്യത്തോടെ കുറച്ചതും ചട്ടവിരുദ്ധമായാണെന്ന് വിജിലൻസ് കണ്ടെത്തി. അഴിമതിക്കും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും ശക്തമായ തെളിവുകളുണ്ടെന്നാണ് വിജിലൻസിന്റെ നിലപാട്. ഇത് പ്രാഥമികമായി കോടതി അംഗീകരിച്ചതോടെ മുൻമന്ത്രി KM മാണിക്ക് കനത്ത തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. IS കേരള ഘടകത്തിലെ പ്രധാനികൾ അറസ്റ്റിലായിട്ടും ISന്റെ സൈബർ പ്രവർത്തനം ഇപ്പോഴും സജീവമായി നടക്കുന്നു. ISലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉപയോഗിച്ച ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇന്നും തീവ്രവാദ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. IS കേരള ഘടകത്തിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഐഡിയാണ് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നത്. സമീർ അലി എന്ന പേരിലുള്ള അക്കൗണ്ടിൽ ഇന്നും തീവ്രവാദ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ മൻഷിദാണ് വ്യാജപേരിൽ ഈ അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇയാൾ കഴിഞ്ഞ ദിവസം കനകമലയിൽ വെച്ച് NIAയുടെ പിടിയിലായിരുന്നു. ഇയാൾ അറസ്റ്റിലായതിനു ശേഷവും ഈ ID സജീവമാണ്. ജിഹാദ് തുടരും. ജിഹാദിലുള്ള വ്യക്തികൾ കൊല ചെയ്യപ്പെട്ടേക്കാം, പരിക്ക് പറ്റി കിടപ്പിലായേക്കാം. അതുകൊണ്ടൊന്നും ജിഹാദ് ഇല്ലാതാകില്ല. ഒരാൾ ജിഹാദിൽ നിന്നും പിൻവാങ്ങുമ്പോൾ മറ്റാളുകൾ രംഗത്ത് വരും. ജിഹാദ് ശക്തമായി മുന്നോട്ടു പോകുമെന്നും പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം NIA പിടിയിലായവർക്ക് ആശംസകൾ അർപ്പിച്ചാണ് അടുത്ത പോസ്റ്റ്. പിടിയിലായവർ അവരുടെ ദൗത്യം നിർവഹിച്ചു. ഇനി ബാക്കിയുള്ളവർ ദൗത്യം ഏറ്റെടുക്കണമെന്നും പോസ്റ്റിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിനെക്കുറിച്ചും NIA അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. തെരുവുനായ കേസിൽ സുപ്രീം കോടതി കേരളത്തിനോട് വിശദീകരണം തേടി. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ കൊന്ന് ഘോഷയാത്ര നടത്തി പ്രദർശിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് വിശദീകരണം തേടിയത്. മൃഗസ്നേഹി സന്നദ്ധ സംഘടനകളാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലുന്നതിനുള്ള ചട്ടങ്ങൾ പാലിച്ചിരിക്കണമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യജീവന് തന്നെയാണ് വിലയെന്നും എന്നാൽ ചട്ടങ്ങൾ പാലിക്കാതെ തെരുവുനായ്ക്കളെ കൊല്ലുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം കേരളത്തിന്റെ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി
സംബന്ധിച്ച് യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ്. ജയയുടെ ആരോഗ്യസ്ഥിതി മുഴുവൻ വിവരങ്ങളും അവർ മന്ത്രിമാരുമായി നടത്തിയെന്ന് പറയപ്പെടുന്ന കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകനായ ട്രാഫിക് രാമസ്വാമി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. അതേസമയം കേന്ദ്ര സർക്കാർ ഗവർണറിൽ നിന്ന് ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും തമിഴ്നാട്ടിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും റിപ്പോർട്ട് തേടി. പ്രശസ്ത ചിത്രകാരൻ യൂസഫ് അറക്കൽ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു അന്ത്യം. ചാവക്കാട് സ്വദേശിയാണ്. ദേശീയവും അന്തർദേശീയവുമായ ഒട്ടേറെ ചിത്ര പ്രദർശനങ്ങളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ സമയ കലാപ്രവർത്തനങ്ങളിൽ മുഴുകി ബാംഗ്ലൂരിലായിരുന്നു താമസം. കേരളം രാജാ രവിവർമ്മ പുരസ്കാരം നൽകി യൂസഫ് അറക്കലിനെ ആദരിച്ചിട്ടുണ്ട്. ഖബറടക്കം വൈകിട്ട് 4 ബാംഗ്ലൂരു മാരത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം നടത്തുന്ന തത്സമയ സംപ്രേഷണത്തിലേക്ക്. ദന്തൽ കോളേജിലെ ഫീസ് ഗവൺമെൻറ് ഫീസും മാനേജ്മെൻറ്റ് ഫീസും ഏകീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് ഫീസ് 1,20,000 അല്ല, പിന്നെ ഗവൺമെൻറ് മെറിറ്റ് ഫീസ് 1,20,000 മാനേജ്മെൻറ്റ് ഫീസ് 4 ലക്ഷമായിരുന്നു. ഇത് രണ്ടും കൂടി ഏകീകരിച്ചുകൊണ്ട് 4 ലക്ഷവും തീരുമാനിച്ചു. രണ്ടും കൂടെ ഏകീകരിക്കുമ്പം 2 2.5 അങ്ങനെയാണ് വരേണ്ടത്. 4 ലക്ഷം അത് ഓർഡർ ഇറങ്ങുന്നതിന്. ഇന്ത്യയിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന ജ്വല്ലറിയായ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ബോബി ആൻഡ് മറഡോണ പറക്കും ജ്വല്ലറി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 22 ക്ലോഡഡ് സർക്യൂട്ട് ക്യാമറകളും ആന്റി തെഫ്റ്റ് ലേസർ ടെക്നോളജിയും ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജ്വല്ലറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.